അപ്പോൾ ചങ്ങായിമാരാ, ഇന്ന് നമ്മളെ പണി എന്താ പറയുക? നമ്മൾ കുറച്ച് മുന്നേ മഞ്ഞൾ പറിച്ചിരുന്നത്, നല്ല നാടൻ മഞ്ഞൾ. അപ്പോൾ മഞ്ഞളുടെ വിത്താണ് ഈ കാണുന്നത്. അപ്പോൾ വിത്ത് നമ്മൾ നടാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ കിട്ടിയല്ലേ, അപ്പോൾ കുറച്ച് വൈകിക്കണം. എന്തായാലും ഇത് നമുക്ക് നടണമെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരെ. അപ്പോൾ നമ്മൾ മഞ്ഞൾ നടാൻ പോവാണ്. മഞ്ഞൾ കുറച്ച് സ്ഥലത്ത് തന്നെയാണ് നടാൻ പോകണത്. ഇപ്പോൾ ഏരിയ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് വിത്തിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ഞൾ പറിച്ച സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. അയ്യോ ചെയ്യാൻ പോണ്ട് ഇവിടെ വെച്ചോ. അപ്പോൾ ഈ ഏരിയ നമുക്ക് മഞ്ഞൾ നടാനുള്ളതാണ്. എന്തായാലും ഒരു മഴ കിട്ടിയപ്പോൾ നല്ല പുതിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് പറഞ്ഞാൽ ചേരലും മണ്ണും പാടെ ചേർന്നായതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് മഴ ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക. ഇത് മഞ്ഞൾ പറിച്ച ആദ്യത്തെ ഏരിയകളാണ്. ജസ്റ്റ് ഇതൊന്ന് ചെറിയ ഏരിയ ആക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഏരിയ ആക്കണം. ഇനി ഇങ്ങോട്ട് മാറിയതാണ്. ഒരു രണ്ടാളില്ലേ, നമ്മളിത് പണിയെടുക്കുന്നത് കാണാൻ വന്നതാണ് കേട്ടോ. അല്ലേ, എങ്ങനെയാണ് മഞ്ഞൾ കൃഷി ചെയ്യുക എന്നുള്ളത് കണ്ടോളേ. അപ്പോൾ നമ്മളിന്ന് മഞ്ഞൾ നടുകയാണ്. ഈ മഞ്ഞൾ എന്തിനാ പറ്റുക എനിക്കറിയോ? നമ്മൾ കറിയിലിടാൻ മഞ്ഞൾ ഉപയോഗിക്കില്ലേ, മഞ്ഞൾപ്പൊടി. അതിനാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യണത്. അപ്പം നമുക്ക് നാച്ചുറലായിട്ടുള്ള മഞ്ഞൾ, നാച്ചുറൽ പറഞ്ഞാൽ മായമില്ലാത്ത നമ്മളെ ആട്ടുംകാട്ടും ചാണകം മാത്രം കൊടുത്തിട്ട് നമ്മൾ വളർത്തുന്ന മഞ്ഞൾ കൃഷി. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കടയിൽ നിന്ന് വാങ്ങണ്ട, മായം കലർന്ന് വാങ്ങണ്ട, അടിപൊളി സൂപ്പർ മഞ്ഞപ്പൊടി നമ്മളെ വീട്ടിൽ മഞ്ഞൾ പറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുട്ടി വെള്ളമേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സംഗതി മഴ പെയ്തെങ്കിലെങ്കിലും നല്ല ചൂടാ, ഇതാണ് വേർപ്പ്. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ടാവും അല്ലേ? നിങ്ങളിരിക്കി, ഇവിടെ ഇരിക്കി. നിങ്ങൾക്ക് വെള്ളം വേണോ? എനിക്ക് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിക്കണ. ഇവളോടിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞ്, നമുക്ക് മായമില്ലാത്ത അടിപൊളി മഞ്ഞപ്പൊടി ഉപയോഗിക്കാം, നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്താൽ അല്ലേ? എന്ത് സൈലൻ്റ് ആയിട്ട് ഇരിക്കണേ? ഏരിയ തിരിക്കൽ കഴിഞ്ഞിട്ടോ. ഏരിയ ഇപ്പോൾ ഒരു 6 ഏരിയ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ വിത്തിടാണ്. വിത്തിടാനേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ നടുഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചനക്കി കൊടുക്കാം. നമ്മൾ വിത്തിടാൻ പോകട്ടോ. ഇത് നമുക്ക് 1 2 നിങ്ങൾക്ക് ഏരിയ എങ്ങനെയാണ് വീതിൻ്റെ അതിനനുസരിച്ച് മണ്ണുണ്ട്, അതിനനുസരിച്ച് നമുക്ക് വിത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 3 വിത്താണ് ഒറ്റതിൽ വെച്ച് കൊടുക്കണം. ഇത് നമ്മളെ ആട്ടുംകാട്ടും അതേപോലെ ചാണകം പാടെ ഉണക്കി
നമ്മൾ സൂക്ഷിച്ച സാധനം കേട്ടോ, നല്ല അടിപൊളി ജൈവ വളമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന് കൊടുക്കണത്. അപ്പോൾ അധിക വളമൊന്നും കൊടുക്കണ്ട, നമുക്ക് നോർമലായിട്ടുള്ള ഇത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ വളപ്പൊടി കൊടുക്കുകയാണ്. ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി കുറച്ച് ഒരു കൈക്കോട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ കയറ്റിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, വല്ല വെയിലടിക്കണതിന് എന്ത് ചെയ്യുക, നമ്മളെ പൊന്തൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചണ്ടി ചപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒക്കെ ഇതാ എല്ലായിടത്തും പൊന്ത വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പൊതട്ടുണ്ട്. അപ്പം ഇനി മഴ പെയ്താലും നേരിട്ട് നമ്മളെ വിത്തിനോ ഇതിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതിനുള്ള പൊതൊക്കെ ഇട്ടുണ്ട്, എല്ലാം റെഡിയാണ്. അപ്പം ഇനി നമുക്ക് ഒരു വർഷം, അപ്പോൾ ആ ഒരു വർഷം നമുക്ക് വിളവെടുപ്പ് വീഡിയോ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിച്ചാൽ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.